റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് താങ്കൾ. ഈ ഒരു മേഖലയിലേക്ക് വരാനുണ്ടായ സാഹചര്യം എന്താണ്? ഞാൻ ബിസിനസ് രംഗത്ത് ഒരുപാട് പരീക്ഷണങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട്. ഞാൻ ജ്വല്ലറി നടത്തിയിട്ടുണ്ട്, അതുപോലെ ആണി ഉണ്ടാക്കുന്ന കമ്പനി നടത്തിയിട്ടുണ്ട്, ഹാർഡ്വെയർ ഷോപ്പ് നടത്തിയിട്ടുണ്ട്, കോയമ്പത്തൂരിൽ നിന്ന് മോട്ടോർ ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ പല ബിസിനസ്സുകളും ഞാൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ 3 വർഷം തുടർച്ചയായി നമ്മുടെ ഫറൂഖ് കോളേജിൽ ഒരു ആണി കമ്പനി നടത്തിയിട്ടുണ്ടായിരുന്നു. ഐക്കരപ്പടിയിൽ ഒരു ആണി കമ്പനി നടത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഫറൂഖ് കോളേജിൽ ഹാർഡ്വെയർ ഷോപ്പ് 3 വർഷം ഈ ആണി കമ്പനി ഉണ്ടാകുമ്പോൾ തന്നെ ഹാർഡ്വെയർ ഷോപ്പും ഉണ്ടായിരുന്നു. അതായിട്ട് റിലേറ്റഡ് ബിസിനസ് ആയിരുന്നു. അതുപോലെ വല്യങ്ങാടിയിൽ എനിക്ക് ഹാർഡ്വെയർ ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 3 വർഷം തുടർച്ചയായി നടത്തിയിട്ടുള്ള ബിസിനസ്സുകളുടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് വേണ്ടത്ര പ്രോഫിറ്റ് ലഭിച്ചില്ല. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്ത് നവാസും നമ്മൾ പാർട്ട്ണർമാരായിരുന്നു. അപ്പോൾ പക്ഷേ ഈ ഷോപ്പിൻ്റെ ഒരു ബിൽഡിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 5 സെൻറ്റ് സ്ഥലം ഫറൂഖ് കോളേജിൽ വാങ്ങി. ചുങ്കത്ത് വാങ്ങിയപ്പോൾ നമ്മൾ ഈ സ്ഥലം വെറും ഒരു ചെറിയ പീരീഡ് കൊണ്ടിട്ട് തന്നെ അത് മറച്ചു വിറ്റപ്പോൾ നമുക്ക് ബിൽഡിംഗ് എടുക്കുന്നതിൽ നമുക്ക് പ്രതിസന്ധി നേരിട്ടപ്പോൾ ആ സ്ഥലം മറിച്ച് നമ്മൾ വിറ്റപ്പോൾ നമുക്ക് 3 വർഷം ബിസിനസ് നടത്തിയതിനേക്കാൾ ലാഭം വെറും ഈ 5 സെൻറ്റ് സ്ഥലത്തിൽ നിന്ന് ലഭിക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, 2005 സംഭവം. അപ്പം ഞാൻ എൻ്റെ സുഹൃത്തിന് നവാസിനോട് ഞാൻ പറഞ്ഞു, നവാസേ, നീ പാർട്ട്ണർഷിപ്പായിട്ട് കൂടുന്നുണ്ടെങ്കിൽ ഇതിലും കൂടിക്കോളി. ഞാൻ ഏതായാലും ഇതൊരു ഫീൽഡായി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഹൈലൈറ്റിൻ്റെ ഒക്കെ ലാൻഡ് എടുക്കുന്നുള്ളൂ. ഹൈലൈറ്റിൻ്റെ ഒക്കെ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണത്തിൻ്റെ സ്റ്റാർട്ടിങ് പീരീഡിലാണ് സമയം. നമ്മുടെ ബൈപ്പാസിൻ്റെ ഒക്കെ വരുന്നുള്ളൂ ആ സമയത്ത്. അപ്പോൾ നവാസിനോട് പറഞ്ഞു, ഞാനില്ല, നീ ഏതായാലും അതിൽ തുടർന്നോളൂ, ഞാൻ എൻ്റെ ഫീൽഡ് എന്ന നിലയിൽ ഹാർഡ്വെയർ ഷോപ്പ് നടത്തണം. അദ്ദേഹം അത് നല്ല രീതിയിൽ നടത്തുന്നുമുണ്ട് ഇപ്പോഴും. അപ്പോൾ ഞാൻ റിയൽ എസ്റ്റേറ്റിലേക്ക് തിരിഞ്ഞു. അന്ന് ലാൻഡ് എടുത്ത് വിൽക്കലായിരുന്നു അന്നൊക്കെ തന്നെ. പിന്നെ ഈ 9100 റുപ്യക്ക് ഞാൻ ആദ്യമായിട്ടൊരു സെൻറ്റ് കുറച്ച് 2 ഏക്കർ ഭൂമി വാങ്ങുന്നു. ആ ഭൂമി അത് ചെറിയ വീടുകൾ എടുക്കാൻ തുടങ്ങുമ്പോഴേക്ക് തന്നെ അന്നൊക്കെ വേഗം സെയിലാവുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യകാലത്ത് വളരെ ചെറിയ വിലക്ക് ഭൂമി വാങ്ങുകയും അതിൽ ചെറിയ വീടുകൾ എടുക്കുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ടായിരുന്നു. പിന്നീടാണ് ഈ അപ്പാർട്ട്മെൻറ്റുകൾ എടുക്കുന്നതും റിസോർട്ടുകൾ എടുക്കുന്നതും കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾ എടുക്കുന്നതിലേക്കൊക്കെ പോയിട്ട്. അപ്പോൾ നല്ലൊരു ഫീൽഡായിരുന്നു. പക്ഷേ നമുക്ക് പറ്റിയിട്ടുള്ളൊരു സംഗതി ബ്രാൻഡിങ്ങിലേക്ക് പോയില്ല എന്നുള്ളതാണ്. നമ്മളൊരു ചെറിയൊരു ലാഭം കിട്ടുമ്പോഴേക്ക് വേഗം കൊടുത്തു കളയും. അതേസമയം അത് സിസ്റ്റമാറ്റിക്കലി ചെയ്ത ആളുകളെല്ലാം തന്നെ വമ്പിച്ച തോതിൽ വിജയം നേടിയിട്ടുണ്ട്. എന്നെപ്പോലുള്ള ആളുകളുടെ ഒക്കെ ഈ ലാൻഡ്മാർക്കും ഹൈലൈറ്റ്